ഭിന്നശേഷിക്കാരെ ഹജ്ജിന് പോകാൻ അനുവദിക്കാത്തത് അവർ ഭിക്ഷാടനം നടത്താൻ സാധ്യതയുള്ളതുകൊണ്ടാണെന്ന് കേന്ദ്ര സർക്കാർ. പുതിയ ഹജ്ജ് നയത്തിലെ വിവാദ ഭാഗങ്ങളെ ന്യായീകരിച്ച് ഡൽഹി ഹൈക്കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിലാണ് സർക്കാരിൻ്റെ വിചിത്രവാദം. ഭിന്നശേഷിക്കാർ ഹജ്ജിന് പോകുന്നതിൽ സൗദി അറേബ്യയിൽ യാതൊരു വിലക്കും ഇല്ലെന്നിരിക്കെയാണ് ഇക്കാര്യം മറച്ചുവെച്ചുകൊണ്ടുള്ള വിശദീകരണം. കൂടുതൽ വിവരങ്ങളുമായി എം ഉണ്ണികൃഷ്ണൻ ഡൽഹിയിൽ നിന്നും ചേരുന്നു. ഉണ്ണികൃഷ്ണൻ, കേന്ദ്ര സർക്കാരിൻ്റെ വളരെ വിചിത്രമായിട്ടുള്ള വാദം, ഒരുപക്ഷെ ആളുകൾക്ക് അംഗീകരിക്കാൻ കഴിയാത്ത നിലപാട്, എന്തൊക്കെയാണ് സർക്കാർ ഇതിൽ ഉന്നയിക്കുന്നത്? സുരേഷ്, തീർച്ചയായും വലിയ വിവാദങ്ങൾക്ക് സാധ്യതയുള്ള ഒരു വിശദീകരണമാണ് കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ നൽകുന്നത്. ഭിന്നശേഷിക്കാർക്ക് ഹജ്ജിന് പോകുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിക്കൊണ്ട് 2018-22 വർഷത്തെ ഹജ്ജ് നയത്തിലാണ് കേന്ദ്ര സർക്കാരിന്റെ വിവാദ വ്യവസ്ഥകൾ ഉണ്ടായിരുന്നത്. ഭിന്നശേഷിക്കാരുടെ അവകാശങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനകളും മനുഷ്യാവകാശ പ്രവർത്തകരുമൊക്കെ ഇതിനെ ചോദ്യം ചെയ്തിരുന്നു. ഈ വിഷയത്തിൽ ഈ നിർദ്ദേശങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഹർജിയാണ് ഡൽഹി ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ളത്. ഈ ഹർജിയിൽ ഹൈക്കോടതി തേടിയ വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര ന്യൂനപക്ഷ കാര്യ മന്ത്രാലയം സത്യവാങ്മൂലം സമർപ്പിച്ചിരിക്കുന്നത്. ആ സത്യവാങ്മൂലത്തിലാണ് ഭിന്നശേഷിക്കാരെ വിലക്കിയത് ന്യായീകരിക്കുന്നതിന് ഇത്തരമൊരു വിചിത്രവാദം കേന്ദ്രം മുന്നോട്ട് വയ്ക്കുന്നത്. ഭിന്നശേഷിക്കാർ ഹജ്ജിന് പോയാൽ അവർ അവിടെ ഭിക്ഷാടനം നടത്താൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. 2012 തന്നെ ജിദ്ദയിലെ കോൺസുലേറ്റ് ജനറൽ ഈ ഹജ്ജ് കമ്മിറ്റി വഴി പോകുന്ന ആൾക്കാരെ തിരഞ്ഞെടുക്കുമ്പോൾ സ്ക്രീനിംഗ് നടത്തണമെന്ന നിർദ്ദേശം നൽകിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഭിന്നശേഷിക്കാരെ ഒഴിവാക്കിയിരിക്കുന്നതെന്നാണ് ഈ ഒരു സത്യവാങ്മൂലത്തിൽ കേന്ദ്ര സർക്കാർ നൽകുന്ന വിശദീകരണം. ഭിന്നശേഷിക്കാർ, വികലാംഗർ, ഒപ്പം മനോവിഭ്രാന്തി ഉള്ളവർ എന്നിവരെ ഹജ്ജിന് കൊണ്ടുപോകില്ല എന്നാണ് വിവാദമായ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഈ നയത്തിൽ തന്നെ പറഞ്ഞിരുന്നത്. അതിനെ പൂർണ്ണമായും ന്യായീകരിക്കുന്ന സർക്കാരിന്റെ ഈ നടപടി കോടതിയിൽ തന്നെ ചോദ്യം ചെയ്യപ്പെടുമെന്ന കാര്യം ഉറപ്പാണ്. ഉണ്ണികൃഷ്ണൻ, ഇതോടൊപ്പം തന്നെ ഇപ്പോൾ സൗദി അറേബ്യ ഇത്തരത്തിലുള്ള ഒരു നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടില്ല എന്നിരിക്കെ എന്താണ് സർക്കാരിന്റെ ലക്ഷ്യം? തീർച്ചയായും സൗദി അറേബ്യയിൽ ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു തരത്തിലുള്ള നിരോധനങ്ങളുമില്ല. ഭിന്നശേഷിക്കാർക്ക് ഹജ്ജിന് പോകുന്നതിനുള്ള വിലക്കുകളില്ല. മാത്രമല്ല, ഭിന്നശേഷിക്കാരായ മുതിർന്ന പൗരന്മാർക്ക് ആവശ്യമായ കൂടുതൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുകയും ചെയ്തിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് കേന്ദ്ര സർക്കാർ ഭിന്നശേഷിക്കാർ ഹജ്ജിന് പോയാൽ അവർ ഭിക്ഷാടനം നടത്തിയേക്കാമെന്ന ഒരു ആരോപണം മുന്നോട്ട് വയ്ക്കുന്നത്. സർക്കാർ ആ ഒരു നയത്തെ അത് ഹൈക്കോടതി ഇടപെട്ട് റദ്ദാക്കാനുള്ള സാഹചര്യം ഒഴിവാക്കുക എന്നൊരു കാരണം കൊണ്ട് തന്നെയാണ് അതിനെ ശക്തമായി ന്യായീകരിക്കുന്നത്, ഇത്തരം വിചിത്രവാദങ്ങളിലൂടെ പോലും ന്യായീകരിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ, മറ്റൊരു കാര്യം, ഇതിൽ ഇനി അടുത്ത നടപടി എങ്ങനെയാണ്? ഇപ്പോൾ സർക്കാരിന്റെ ഒരു നിലപാട് അറിയിച്ചിരിക്കുന്നു. ഇക്കാര്യത്തിൽ കോടതിയിൽ ഇനി എന്ത് നടപടികളാണ് പൂർത്തിയാക്കാനുള്ളത്? തീർച്ചയായും കോടതി നടപടികൾ പൂർത്തിയായിട്ടില്ല. കോടതി ഈ ഒരു ഹർജി പരിഗണനയ്ക്ക് എത്തിയപ്പോൾ കേന്ദ്ര സർക്കാരിന് നോട്ടീസ് അയച്ച് സത്യവാങ്മൂലം ഫയൽ ചെയ്യാനാണ് തുടക്കത്തിൽ നിർദ്ദേശിച്ചിരുന്നത്. ആ നടപടി മാത്രമേ ഇപ്പോൾ പൂർത്തിയായിട്ടുള്ളൂ. ഡൽഹി ഹൈക്കോടതി ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് ഗീതാ മിത്തലും ജസ്റ്റിസ് ഹരിശങ്കറും അംഗങ്ങളായ ബെഞ്ച് ഈ കേസ് വൈകാതെ പരിഗണിക്കാൻ പോവുകയാണ്. അപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ഈ ഒരു നിലപാട് സ്വാഭാവികമായും ചോദ്യം ചെയ്യപ്പെടും. ഭിന്നശേഷിക്കാർക്ക് ഭരണഘടന നൽകുന്ന വിവേചന ഒഴിവാക്കാനുള്ള അധികാരങ്ങളുടെ അടക്കം ലംഘനമാണ്, അവരെ അവഹേളിക്കുന്നതും അപകീർത്തിപ്പെടുത്തുന്നതുമാണ് ഈ വാദം എന്ന് തന്നെയായിരിക്കും ഹർജിക്കാർ കോടതിയെ അറിയിക്കുക. റൈറ്റ്. എം ഉണ്ണികൃഷ്ണനാണ് ഡൽഹിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. ഭിന്നശേഷിക്കാരെ ഹജ്ജിന് പോകാൻ അനുവദിക്കാത്തത് അവർ സൗദി അറേബ്യയിൽ ഭിക്ഷാടനം നടത്താൻ സാധ്യതയുള്ളതുകൊണ്ടാണ് എന്നാണ് സർക്കാരിൻ്റെ വിചിത്രവാദം.